മോളെ സജന, എന്താക്ക അവിടെ? ഒന്ന് ഇങ്ങോട്ട് വന്നേ മോളെ. ഞാനിവിടെ ഉണ്ടുമ്മ, ഇപ്പം വരാം. ഉമ്മ മുറിയിലേക്ക് കയറി വന്നു. ശേഷം പറഞ്ഞു, മോളെ ഒന്ന് കുളിച്ച് റെഡിയായി നിന്നെ. ഇന്ന് ഒരു കൂട്ടര് എൻ്റെ മോളെ കാണാൻ വരുന്നുണ്ട്. എന്തിനാ ഉമ്മ ഇനിയും? ഞാൻ എത്ര പത്രാസിലൊരുങ്ങിയാലും എന്നെ ഇഷ്ടാവൂല, എനിക്ക് വയ്യ ഉമ്മ. അവൾ സങ്കടത്തോടെ മുഖം താഴ്ത്തി. ഉമ്മ അവളെ ആശ്വസിപ്പിച്ചു. ബ്രോക്കറുടെ കൂടെ മുഞ്ചുള്ള ഒരുത്തം വരുന്നത് സജന ജനൽവാതിലൂടെ കണ്ടു. അവളുടെ മനസ്സ് പുളകം കൊണ്ടു. മാറ്റിയൊരുങ്ങി ചായയും പലഹാരവുമായി ആ അപരിചിതന്റെ മുന്നിലേക്ക്. അവൻ സജനയെ ഒന്ന് നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. അവൾ തിരിച്ചു. നാട്ടുവർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞ് അധികം സംസാരിക്കാതെ അവരിറങ്ങി. ആ നിമിഷം സജന ഒന്നാഗ്രഹിച്ചു, ഒരല്പസമയം അയാളുമായി സംസാരിക്കുവാൻ. പക്ഷെ സാധിച്ചില്ല. കുറച്ചു കഴിഞ്ഞു ബ്രോക്കറുടെ ഫോൺ കോൾ. ഹലോ മജീദിക്ക, ഇത് ഞാൻ അബ്ദു. പിന്നെ അവർക്ക് കുട്ടീനെ ഇഷ്ടായില്ലെന്നാ പറഞ്ഞേ. ഓളോട് പറയണ്ട, ഇൻഷാ അല്ലാ എല്ലാം ശരിയാകും. സജനയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു. അവളൊന്നും മിണ്ടാതെ മുറി കഥകടച്ചു കിടന്നു. സജന, അതെ, ഇതവളുടെ കഥയാണ്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളിലൊതുക്കി ഒരു മാരനെ കാത്തിരിക്കുന്നവൾ. പക്ഷേ തീരെ ഭംഗിയില്ലാത്ത ഒരുവളായിരുന്നു സജന. കൂടെ പഠിച്ചവരൊക്കെ ഒന്നും രണ്ടും മക്കളുടെ ഉമ്മയായി. അവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും നെഞ്ചിപ്പിടയലാണ്. പക്ഷേ സ്നേഹം മാത്രം നിറഞ്ഞൊഴുകിയിരുന്ന അവളുടെ ഹൃദയത്തെ മാത്രം ആരും കണ്ടില്ല, ആഗ്രഹിച്ചില്ല. ഒരു ദിനം ഫേസ്ബുക്കിൽ അവൾ കയറിയിരിക്കെ ഒരു റിക്വസ്റ്റ് വന്നു. അവൾ അത് അക്സെപ്റ്റ് ചെയ്തു. പേര് ഫൈസൽ. ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊരു റിക്വസ്റ്റ്. വളരെ കുറഞ്ഞ ആളുകളുള്ള ഫ്രണ്ട് ലിസ്റ്റിലേക്ക് ഒരാൾ കൂടി. പിന്നീട് ഒഴിവ് സമയങ്ങളിൽ വെറുതെ ഫേസ്ബുക്കിൽ കയറുമ്പോഴെല്ലാം ഫൈസലിന്റെ പ്രൊഫൈൽ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. സൗഹൃദ വലയം അവർ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് അത് ഇഷ്ടത്തിലേക്ക് ചേക്കേറി. പ്രണയിക്കാൻ തുടങ്ങി. അപ്പോഴും സജനയ്ക്ക് ഒരു ഭയമുള്ളിൽ പൊട്ടിമുളച്ചിരുന്നു. എന്നെ ഇതുവരെ അയാൾ കണ്ടിട്ടില്ല. പക്ഷേ ഒരിക്കൽ കാണുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കൈമാറിയ ഈ വേളയിൽ എന്നെക്കുറിച്ച് സ്വപ്നം കണ്ടു കാണില്ലേ? തൻ്റെ രൂപവും ഭാവവുമെല്ലാം അവനോട് പറഞ്ഞു. പക്ഷേ അവൻ അതൊന്നും കൂട്ടാക്കിയില്ല. സ്നേഹിച്ചു ഒരുപാട്. അവളുടെ ആ നല്ല മനസ്സാകണം അവനിൽ ഇഷ്ടം വർദ്ധിച്ചത്. ഒടുവിൽ സുഹൃത്തുമൊത്ത് ഫൈസൽ അവളെ കാണാൻ പുറപ്പെട്ടു. ഒരു ഞായറാഴ്ച ഉമ്മയോടും ഉപ്പയോടുമൊത്ത് അവൾ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. ഡാ ഹളിയ, ചെലവ് വേണട്ടോ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് അയാളെത്തി. ബീച്ചിൽ ഒരുപാട് തിരക്കി. അവസാനം അവിടെ ഏതാ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഒരു പെൺകുട്ടിയിരിക്കുന്നു. അവൻ പതിയെ അടുത്തേക്ക് നടന്നു. അവൾ സജന. തട്ടം കൊണ്ട് മുഖം പാതി മറച്ചിരിക്കുന്നു. ഒടുവിൽ ആ മുഖം അവൾ വെളിവാക്കി. അത് കണ്ടപ്പോൾ സുഹൃത്ത്, ഡാ നിനക്ക് ഇങ്ങനെ തന്നെ വേണം മോനെ, എന്ത് ബോറാണടാ അവളെ കാണാൻ, നീ പെട്ടു മോനെ. തീഷ്ണമായ നോട്ടം അയാള് സുഹൃത്തിലേക്ക് തിരിച്ചു. അവനൊന്നും മിണ്ടിയില്ല. വീട്ടിലേക്ക് നടന്നു. തന്നെ കണ്ടപ്പോഴുള്ള അയാളുടെ ഭാവവ്യത്യാസം അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ. അവൾ നോക്കി. മെസ്സേജായിരുന്നു അയാളുടെ. നിന്നോടുള്ള ഇഷ്ടം എനിക്കിപ്പോൾ കൂടിയിരിക്കുന്നു സജന. നീ വിഷമിക്കേണ്ട. ഞാൻ എൻ്റെ വീട്ടുകാരുമായി പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ ക്ഷണിക്കുകയാണ്. അവൾ ഒരു നിമിഷം നിശബ്ദമായി. കണ്ണുകൾ നിറയാൻ തുടങ്ങി. സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നു. അവസാനത്തെ ആൺതരിയാണ് ഫൈസൽ. അവന്റെ ആഗ്രഹം വീട്ടുകാരെല്ലാം സമ്മതിച്ചു. പക്ഷേ ഫൈസലിന്റെ ഉമ്മയ്ക്കും മറ്റു മരുമക്കൾക്കും സജിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഫൈസലിനെന്താ വട്ടാണ്, ഒരു കോലുമില്ലാത്ത ഒരുത്തിയെ കെട്ടാൻ വേറെ എത്ര പെമ്പിള്ളേരുണ്ട് ഇവിടെ. ഞാൻ അവളുടെ ഇറച്ചി കഷ്ണമല്ല ഇഷ്ടപ്പെട്ടത്. അതെന്താണെന്ന് ഒരിക്കൽ നിങ്ങൾ മനസ്സിലാകും, ഫൈസൽ മറുപടി പറഞ്ഞു. ഭർത്താവിന്റെ വീട്ടിൽ അവൾക്ക് ഒരുപാട് വേദനകൾ നേരിടേണ്ടി വന്നു. മറ്റു മരുമക്കളെല്ലാം അതീവ സുന്ദരികൾ, കൈനിറയെ പൊന്നും. തന്റെ ഭർത്താവിന്റെ ഉമ്മ അവളോട് ഒരു സ്നേഹത്തോടുള്ള നോട്ടം പോലും നോക്കുന്നില്ല. പക്ഷേ അവൾ എല്ലാവരെയും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി. തന്റെ ഹൃദയം മുഴുവൻ അവർക്കായി തുറന്നുവെച്ചു. കാലങ്ങൾ കഴിഞ്ഞു. സജന ഇന്ന് 2 മക്കളുടെ ഉമ്മയാണ്. ഫൈസൽ ഇന്നൊരു പ്രവാസിയും. മറ്റു മരുമക്കളെല്ലാം അവരവരുടെ
അണുകുടുംബമായി ചുരുങ്ങിയപ്പോൾ ഫൈസലിന്റെ ഉമ്മയ്ക്ക് താങ്ങായി തണലായി തന്റെ സജന മാത്രം. സ്വന്തം വയറ്റിൽ പിറന്നില്ലല്ലോ എന്നൊരു വേദനയോടെ ഫൈസലിന്റെ ഉമ്മ ഇന്നും അവളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. പണമോ സൗന്ദര്യമോ അല്ല നമ്മുടെ സമ്പത്ത്, മറിച്ച് സ്നേഹമുള്ള ഹൃദയമാണെന്ന് സജന നമുക്ക് പറഞ്ഞു തരുന്നു. നമുക്കിടയിൽ 1000 സജന ഒളിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ അവളെ സ്വീകരിക്കാൻ മനസ്സു കാണിച്ച ഫൈസലും ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടം എത്തിച്ചേരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാറ് സൗന്ദര്യമല്ലല്ലോ, മറിച്ച് അല്പം സ്നേഹം, പരിചരണം, ആശ്വാസം. ഇതല്ലേ കെട്ടുപ്രായം കഴിഞ്ഞിട്ടും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു നോവായി വീടിന്റെ അകത്തളത്ത് കഴിഞ്ഞുകൂടുന്ന സഹോദരിമാരെ, അവർക്ക് വേണ്ടി ഒരിക്കൽ ഇതുപോലെ ഒരു ഫൈസൽ വരും. ഏതെങ്കിലും ഒരു വാതിലിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ജീവനേകാൻ ഈ കഥ അവർക്കുള്ളതാണ്. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടഞ്ചാൽ. ഷാഹിർ മുഹമ്മദ് എഴുതിയ സജന എന്ന പെൺകുട്ടി എന്ന കഥയുടെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത്. അവതരണം അസ്ലം ചട്ടഞ്ചാൽ. സമർപ്പണം ഇഷൽ, ഫേസ്ബുക്ക്.